ഇങ്ങോട്ട് മാറിക്കടാ. ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ? നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അവർ ആദ്യം മുതലേ വ്യക്തമായി പറഞ്ഞിരുന്നതാ. പിന്നെ എന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത്? പറയടാ. സർ, ഞാൻ തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തു. ഞാൻ പറയുന്നത് സത്യമാണ് സർ. സാർ ആ പെൺകുട്ടിയാണ് ചോദിച്ചോന്ന്. സർ. ആരാ? വാ. സാർ അവരെ കൊണ്ടുവരുമ്പോ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഇവരുടെ ആരാ നിങ്ങള്? ചോദിച്ചായിട്ടില്ലേ? സർ, ഞാൻ സുധീഷിന്റെ വൈഫാ. എന്താ അത് പറയാൻ താമസം? ആരാ സുധീഷ്? ഞാനാണ് സാർ. നിങ്ങൾ ഇരിക്കും. സർ, അവർ തന്നിട്ടുള്ള പരാതി പച്ചക്കള്ളാണ് സർ. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ആരും വിളിച്ചിട്ടല്ല സുനന്ദ അവിടെ വന്നത്. അവൾ എന്നും അവിടെ വരാറുണ്ട്. അതുപോലെ ഇന്നും വന്നു. അല്ല, ഈ പരാതിയിൽ പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ല സർ. നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാനെങ്ങനെ വിശ്വസിക്കും? പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പരാതി നിലനിൽക്കുമ്പോ ആ കുട്ടി മനസ്സറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നതെങ്കിൽ പിന്നെ എന്തിനു പരാതി ഇടണം? ഞാനൊരു പെണ്ണല്ലേ സർ. ഒരു പെൺകുട്ടി ഒരാൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാനത് നോക്കി വെറുതെ ഇരിക്കോ സർ? പ്ലീസ്. ഇയാൾ പറയുന്നത് കേട്ട് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി നേരിട്ടല്ലോ പരാതി തന്നത്. അവളുടെ അച്ഛനല്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സാർ, ആ പെൺകുട്ടിയോട് നേരിട്ടൊന്ന് ചോദിച്ചു നോക്കണം. അവൾ അങ്ങനെ ഒരു പരാതി നൽകില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സർ. സാർ, അതുകൂടി അന്വേഷിക്കാതെ കേസ് എടുക്കരുത്. ആ പെൺകുട്ടി ഒന്ന് പറയട്ടെ സർ. സുഭാഷ് ചേട്ടൻ ആ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചോന്ന്. ഇപ്പൊ അത് മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവരെല്ലാം കൂടി പോയി ആ വീട്ടിൽ അതിക്രമിച്ച് കയറി ആ കുട്ടിയുടെ അച്ഛനെ അടിച്ചു. അത് ഇവർ എന്നോട് സമ്മതിച്ചതാ. അതിനാധാരമായ കേസ് ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണല്ലോ സർ. അത് തെറ്റാണെന്ന് ആദ്യം തെളിയട്ടെ. അപ്പൊ സാറിന് കാര്യങ്ങൾ വ്യക്തമാവും. സുനന്ദയാണ് വീട്ടിലേക്ക് വരുന്നത്. അവൾ ഇവരുടെ അച്ഛൻ അനിയത്തിയുടെ മകളാ. രണ്ട് ഫാമിലി കാലങ്ങളായിട്ട് സംസാരിക്കാറ് പോലും ഇല്ല. എന്നാ കുട്ടി ഇത് കണക്കാക്കാറില്ല. അവൾ എന്നും വീട്ടിൽ വരും. ഇതെല്ലാം ആ കുട്ടിയോട് ചോദിച്ച സാറിന് മനസ്സിലാവും. നീ വീട്ടിലേക്ക് വെക്കോ. വെറുതെ ഇടപെടണ്ട. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. സുഭാഷ് ചേട്ടൻ എനിക്ക് സുനന്ദയുടെ നമ്പർ എന്താ സർ? ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് സംസാരിക്കാം. അപ്പൊ സാറിന് കാര്യം മനസ്സിലാവും. ഹലോ സുനന്ദ, ഞാൻ നിധിയ. ആദ്യം ഇക്കാര്യത്തിലും നിർത്ത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. സുഭാഷ് ചേട്ടൻ അനിയന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുക. കേസ് സീരിയസ് സുനന്ദ. സുഭാഷ് ചേട്ടൻ എന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കിനാ. അയ്യോ, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ നിധി? എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. എന്നുവെച്ചാ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോട്ടെന്നാണോ? ഇത് വളരെ സീരിയസ് ആയ കേസാ സുനന്ദ. ഇവരുടെ ജീവിതം ഇല്ലാതാവും. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം. ഈ കേസ് നുണയാണെന്ന് പറയണം. കേസ് കൊടുത്തത് അച്ഛനാ. എന്നെ അങ്ങോട്ട് വരാൻ ഇവർ സമ്മതിക്കില്ല. അപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് സുഭാഷ് ചേട്ടൻ ജയിലിൽ കിടക്കണം. എനിക്കറിയില്ല നിധി. അവിടെ വീട്ടിലിരുന്ന് കരഞ്ഞോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്റ്റേഷനിൽ വന്ന് എന്നോട് പറഞ്ഞ പോലെ പറ. അതിന് പറ്റോ ഇല്ലയോ? വീട്ടിലെല്ലാവരും ഉണ്ട് ദീദി. എന്നെ പുറത്തേക്ക് വരാൻ ഇവർ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചെയ്യും. ഇൻസ്പെക്ടർ അടുത്തുനിന്ന് വീഡിയോ കോൾ ചെയ്യാം. നിനക്ക് സംസാരിക്കാൻ പറ്റൂ? നീ കാരണം ഇതെല്ലാം ഉണ്ടായത്. നീ ആ സുഭാഷ് ചേട്ടനെ കാണാൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ അതിനുള്ള പരിഹാരം നീ കാണണം. വെറുതെ കരഞ്ഞോണ്ടിരുന്ന എല്ലാവരുടെ ജീവിതത്തെയും ബാധിക്കും. ഞാൻ തന്നെ വിളിക്കാം. സർ, ഞാൻ സുനന്ദയോട് സംസാരിച്ചു. അവരെല്ലാരും കൂടി അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. സാറിന് അവളോട് സംസാരിക്കാമോ? സർ പ്ലീസ്. ഇത് അവളുടെ വീട്ടുകാർ ഫ്രെയിം ചെയ്ത കേസാ. അതുകൊണ്ടാ. ശരി, വിളിക്കും. ഇനിയിപ്പോ ആ പെൺകുട്ടി പറയുന്നോട് കേൾക്കാം. ശരി, കട്ടായി സർ. ഒരു മിനിറ്റ്. ആ ഫോണിൽ തന്നെ ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നേ? എങ്ങനെയാ ഇവിടെ വിളിക്കുന്നേ? സുഭാഷിനെ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്കും അറിയാം. ഞാനാ സുഭാഷിനെ കാണാൻ ആ വീട്ടിൽ പോയത്. പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തേ? നിന്നെ പോലീസ് സ്റ്റേഷനാ വിളിക്കുന്നത്. ഞാൻ അവരോട് സത്യം പറയാൻ പോവാ. ഓഹോ, നീ സത്യം പറയാൻ പോവാണോ? നിന്നെ ഞാനാ വളർത്തി മോശമാക്കിയതേ ഇപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞോളൂ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അച്ഛൻ കൊടുത്ത പരാതി തെറ്റാണെന്ന് പറയാൻ പോവാണോ? നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല, ആരോട് സംസാരിക്കാൻ പോകുന്നില്ല. കേട്ടോടി, അവനും അവന്റെ അനിയന്മാര് കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ. പുറത്ത് വരുന്നതിന് മുമ്പ് നിന്നെ കെട്ടിച്ചയക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഫോൺ കയ്യിലിരുന്നല്ലേ നീ വിളിക്കൂ. ഇനി നീ കയ്യിൽ ഫോൺ വായിക്കണ്ട. ദേ, ആ ചെറുക്കനും വീട്ടുകാരും ഇപ്പൊ പെണ്ണ് കാണാൻ വരും. അതിനു മുമ്പ് നീ തയ്യാറായി ഇരുന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ കളിയാ തല്ലുപിടിക്കും. കേട്ടോടി. എന്താ ഫോൺ എടുക്കുന്നില്ല? ഇല്ല, പക്ഷെ ഇപ്പൊ എന്നോട് സംസാരിച്ചതേ ഉള്ളൂ. സർ, ആ കുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കാണും. ഫോൺ അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അവൾക്ക് അവരെ ധിക്കരിച്ചൊന്നും പറയാൻ കഴിയില്ല സർ. അവളൊരു പാവോ. സാർ, ആ കുട്ടിയായിട്ട് ഒന്ന് സംസാരിക്കണം. അവളുമായിട്ടൊന്ന് സംസാരിച്ചാൽ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പ്ലീസ് സർ. സുഭാഷ് ചേട്ടൻ തെറ്റ് ചെയ്തു ആ കുട്ടി പറയുകയാണെങ്കിൽ സാർ കേസെടുത്തോ. പരാതിയിൽ ഒപ്പിട്ടത് അവളാണോന്ന് സാർ അന്വേഷിക്കണം പ്ലീസ്. എന്താടി ഫോട്ടോ കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കുന്നേ? ഇന്ന് നിന്റെ പെണ്ണ് കാണാൻ വരുന്ന ദിവസാ. അത് മറക്കണ്ട. ദാ, ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കെ. എന്താ സാർ, എന്താ വേണ്ടത്? എന്താടി നോക്കുന്നേ? സർ, എന്താണ് നടന്നതെന്ന് സുരഞ്ജയെ വിളിച്ച് ചോദിക്കണം സർ. സത്യം അപ്പോഴേ മനസ്സിലാവും. എന്താ സർ കാര്യം? നിങ്ങളുടെ മകളെ അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നായിരുന്നല്ലോ പരാതി. അവിടെ ഈ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. നിങ്ങൾ എന്തായാലും മകളെ വിളിക്ക്. ഞാനത് ചോദിക്കട്ടെ. ഇവള് പറയുന്നത് കേട്ടാണ് സാർ എന്റെ മോളെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഇവൾ ആ വീട്ടിലല്ലേ സാർ? ഇവളൊന്നും നടന്നിട്ടില്ലെന്നല്ലേ പറയൂ. സത്യം പറയാൻ ഇവള് തയ്യാറാവൂ? ഇല്ലല്ലോ. എന്റെ മോളോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തിയായിട്ട് കാണിച്ചതാ സാർ. പെൺകുട്ടി ഞങ്ങളുടേതല്ലേ? ഞങ്ങളെന്നോട് പറയൂ. നാട്ടുകാരറിഞ്ഞാ എന്റെ പെൺകുട്ടിയെ പറ്റി എന്ത് കരുതുന്ന സാർ ആലോചിച്ചിട്ടുണ്ടോ? നാളെ ഒരു കല്യാണാലോചന വരുമ്പോ എന്റെ മോളെ ആയിരിക്കും തെറ്റുകാരിയായി നാട്ടുകാർ പറയുക. അത് ഒഴിവാക്കാൻ അവളോട് തെറ്റ് ചെയ്യാൻ നോക്കിയവന് ശിക്ഷിക്കുക തന്നെ ചെയ്യണം സർ. പണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഇതൊക്കെ ഒളിച്ചു വെക്കും. കാലം മാറിപ്പോയില്ലേ സർ? പെൺകുട്ടികൾ ധൈര്യമായി നിയമത്തിന് മുന്നിൽ പരാതിപ്പെടാൻ തുടങ്ങി. ഈ സ്ത്രീ പറയുന്ന പച്ചക്കളോ സർ. നിങ്ങളെ പോലുള്ള ഫേക്ക് പെണ്ണൊരാൾ മതി ജെന്യൂൻ ആയിട്ട് പരാതി കൊടുക്കാൻ പോകുന്ന സ്ത്രീകളെല്ലാം ആളുകൾ തെറ്റായിട്ട് കണക്കാക്കാൻ. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകളോട് മോശമായി പെരുമാറി എന്ന പരാതിന്മേൽ പ്രാഥമികമായി നടപടിയെടുത്തല്ലോ. അപ്പോഴാണ് നിങ്ങളെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടി വന്നത് അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല പണ്ടും നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമാകാൻ പാടില്ലല്ലോ പോലീസ്. അതുകൊണ്ടാ നിങ്ങളുടെ മകളെ വിളിക്കാൻ പറഞ്ഞത്. സാറേ, ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. ഇന്നത്തെ ദിവസം തന്നെ അവളെ ഇടോ, നിങ്ങളുടെ പരാതിയിൽ ഒന്നല്ല
4 പേരെയാ ഞാൻ സ്റ്റേഷനിൽ പിടിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്ന പോലെ അവർ തെറ്റുകാരല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം ഞാൻ സ്പോയിൽ ചെയ്യല്ലേ. സാറേ അത് നിർത്തണോ? ഇനി നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അകത്തേറെ പിടിച്ചോണ്ട് പോകും. പിന്നെ ചോദ്യം ചെയ്തത് അങ്ങ് സ്റ്റേഷനിലായിരിക്കും. പെണ്ണുങ്ങളെ വരുന്നവരെ അങ്ങ് സ്റ്റേഷനിൽ വന്ന് കാണേണ്ടി വരും. അത് വേണോ? സാറേ എന്റെ കുട്ടി അപമാനം കൊണ്ട് മിണ്ടാൻ പോലും കഴിയാതെ ഇരിക്കുക. കരച്ചിലോട് കരച്ചില്ല. അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ മഹാബാബെ അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ. അവളൊരു പാവമാണ് സാർ. അതെ സാർ, അവൾ ആകെ ഉലഞ്ഞു പോയിരിക്കുക. ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അവൾക്ക് എങ്ങനെയായിരിക്കും സാർ? ഞങ്ങൾ തന്നെ ഇപ്പൊ കഷ്ടപ്പെട്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. പെണ്ണ് കാണാൻ വരുന്നോണ്ട് ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിരിക്കുക. ഇനി ചോദ്യം ചെയ്ത് അവളെ വേദനിപ്പിക്കല്ലേ സാർ? ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ അവളെ കാണാതെ പോയി ശരിയാവില്ല സർ. അവളെ വിളിപ്പിക്കണം. അവളുടെ അമ്മയെ ഞാനാണ് പറയുന്നത് സാർ. ഈ പെണ്ണ് ആർക്ക് വേണ്ടിയാണ് വന്ന് വക്കാലത്ത് പറയുന്നത്? അവരാ എല്ലാം തെറ്റ് ചെയ്തത്. എന്റെ മോൾ ഒപ്പിട്ട് തന്ന പരാതി ഉണ്ടല്ലോ സാർ, അതുപോലെ ഞങ്ങളാണ് ഇരയായത് സാർ. ഞങ്ങളുടെ അവസ്ഥ ആദ്യം പരിഗണിക്കണം. ഞങ്ങളാ പരാതിക്കാർ. സർ ഇത് പച്ചക്കള്ള. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് പറഞ്ഞാലും എന്റെ മകൾക്കെതിരെ നടന്ന സത്യമാ. അതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം സാറേ. ശരി. അതിന് വേണമെങ്കിൽ നിരാഹാരം കിടക്കാൻ ഞാൻ തയ്യാറാണ് സാറേ. ശരി, നമുക്കത് നോക്കാം. സർ, സുനന്ദയോട് ഞാൻ ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് അവള് പറയുന്നത് കേട്ട് നോക്കണം സർ. സാറേ ഇത് വിശ്വസിക്കരുത്. ആരുടെയോ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ കുട്ടിയുടെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാമല്ലോ. ഒന്ന് പ്ലേ ചെയ്യൂ കുട്ടി. സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് എനിക്കും നിനക്കും അറിയാൻ നിധി. പക്ഷെ അമ്മയും അച്ഛനും ഗംഗാമാവനും സുഭാഷേട്ടനെ കൊടുക്കുന്നുള്ള വാശിയില്ല. എനിക്ക് അവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. എന്നെ ഈ വീട്ടിൽ വിരട്ടി നിർത്തിയിരിക്കുക. എനിക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നിധി. കേട്ടില്ലേ സർ? ഇനി ഇത് നിങ്ങളുടെ മകൾ പറഞ്ഞാണോ ചോദിക്കാമല്ലോ. അവളെ വിളിക്കേ. സാർ അവള് പോയി ആ പെൺകുട്ടി അറിയിക്കൊള്ളൂ. അയ്യോ വേണ്ട സാർ, ഞാൻ വിളിക്കാം. എടീ, ആ നിധി പോലീസുകാരെ കൊണ്ട് വന്നിരിക്കുക. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നതിന്റെ ഓഡിയോ അവളുടെ കയ്യിലുണ്ട്. നീ എന്തിനാടി അവളോട് സംസാരിക്കാൻ പോയെ? നിന്റെ അച്ഛൻ കൊടുത്ത പരാതിക്കെതിരെ നീ തെളിവ് കൊടുക്കും. പറയാൻ ആ സിയെ അവിടെ നിപ്പോട്ട് നിങ്ങൾ അവർക്ക് ചോദ്യം ചെയ്യണോന്ന്. അവളോട് നീ ഫോണിൽ പറഞ്ഞതുപോലെ പറഞ്ഞ നിന്നെ കൊതി ഞാനും ചാവും. നിന്റെ അച്ഛൻ കൊടുത്ത പരാതി സത്യമാണെന്ന് പറഞ്ഞവൻ അവള് കേൾപ്പിച്ച നിന്റെ ശബ്ദമല്ലെന്ന് പറഞ്ഞേക്കണം. ബാക്കി പിന്നെ നോക്കാം. വാ വരാനാ പറഞ്ഞത്. വാടിങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേക്കണം. വാ വാടിങ്ങോട്ട്. നിങ്ങളാണോ സുനന്ദ? ഉത്തരം പറയേ. അതെ. മോളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് സത്യസന്ധമായി പറയണം. സുഭാഷ് നിങ്ങളോട് മോശമായി പെരുമാറി? ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ സാർ, എന്റെ മോള് ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. മോളെ സാറ് ചോദിച്ച പോലെ ഉവ്വെന്ന് പറ മോളെ. സുനന്ദ, ഞാനും ഇവിടെ ഉണ്ടായിരുന്നതാ. സത്യം നീ എന്നോട് പറഞ്ഞത് ഞാൻ സാറിനെ കേൾപ്പിച്ചിട്ടുണ്ട്. സാറേ ഈ പെണ്ണ് ഞങ്ങളുടെ കുട്ടിയെ പേടിപ്പിക്കണം സാറേ. ആരാരെയാ പേടിപ്പിക്കുന്നതെന്ന് ഇപ്പൊ അറിയാൻ കാണുന്നവരെ ഉവ്വോ ഇല്ലയോ കുട്ടി അത് പറയും. ഇല്ല സാർ, ആ റെക്കോർഡ് ഒന്ന് പ്ലേ ചെയ്ത്. സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് എനിക്കും നിനക്കും അറിയാൻ നിധി. പക്ഷെ അമ്മയും അച്ഛനും ഗംഗാമാവനും സുഭാഷേട്ടനെ കൊടുക്കുന്നുള്ള വാശിയില്ല. എനിക്ക് അവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. എന്നെ ഈ വീട്ടിൽ വിരട്ടി നിർത്തിയിരിക്കുക. എനിക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നിധി. ഇത് നിങ്ങളുടെ ശബ്ദമാണ്. അതെ സാർ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി. ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളാണോ? അല്ല സാർ, അത് എന്റെ അച്ഛൻ എന്നെ ഒപ്പിട്ടത്. സാറേ എന്റെ മോൾ പേടിച്ചിട്ട് നുണ പറയുന്നതാ. മിണ്ടിപ്പോരുത്. സകലത്തിനെ കൊണ്ടുപോയി ലോക്കപ്പിൽ ചവിട്ടി കൂട്ടും ഞാൻ. പോലീസിനോട് കള്ളം പറയും. കുട്ടി അവിടെ പോയിരുന്നു. എന്തിനാ പോയത്? എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ് സർ. പക്ഷെ വീട്ടുകാർ അവരുമായി വഴക്കാം. ഇവിടെ എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു. അതെനിക്ക് ഇഷ്ടമല്ല. ആ വിഷമം പറയാൻ പോയതാ ഞാൻ. സുഭാഷേട്ടൻ എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല സർ. ഞാനാ പോയത്. സുഭാഷേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല സർ. അതൊക്കെ അച്ഛനും അമ്മയും മാമനും കൂടെ പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ എന്ത് പറയുന്നു? സാർ അത് അവള് മാനസികമായി ആകെ തകർന്നുകൊണ്ട്. ഇനി മിണ്ടിയാ നിങ്ങളുടെ മാനസിക നില തകരാറാണെന്ന് പറഞ്ഞ് ഞാൻ കേസെടുക്കും. അത് വേണോ? നിങ്ങൾ ഈ കുട്ടിയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തു എന്ന് ഞാൻ അറിയാലോ ഗാർഹിക പീഡനത്തിൽ ഞാൻ സകലത്തിനകത്താകും. താനല്ലേ ഇവിടെ ഒപ്പിട്ട പറഞ്ഞത്? അറിയണോ? അയ്യോ സാറേ, അയ്യോ സാറേ 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 നിരപരാധിയാ സാർ. സാറേ 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 ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. സാറേ സാറേ എന്റെ തന്നെ എന്നെ കൊണ്ടുപോകില്ല സാറേ. ഒരു പ്രശ്നം വരുമ്പോ ഇതുപോലെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞങ്ങൾക്കെതിരെ ആരും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. അത് മോള്. അന്യ നാട്ടിൽ കിടന്ന് ഈ മനുഷ്യൻ രാവുമാലും കഷ്ടപ്പെട്ടതേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. പോലീസുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ പോലെ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാ. അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത്, ഞാനായിരിക്കും.